ഈ ഒരു സമയത്തെ ആശ്വാസമുള്ളൂ കേട്ടോ. ഇപ്പോ പരമാവധി വിളമ്പി തീർക്കുക, അത്ര എന്നെ കൊണ്ട് ഇപ്പൊ സാധ്യമുള്ളൂ. ഒരു കുളം കുഴിക്കാൻ നടക്കേ, ഒരു കുളം കുഴിക്കാൻ. എന്താ വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ. ഇനി എന്താ വരാൻ പോണോന്ന് നിശ്ചയുണ്ടോ? എന്താ സാമ്പാറ്. എന്താ സാമ്പാറിന്റെ പ്രത്യേകത? കഷ്ണം കുറവാണെങ്കിലും വെള്ളത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. സാമ്പാറ് എന്നാ പറയാ. സാമ്പാറ്. ആറ് എന്ന് പറഞ്ഞ ആറിൽ മുഴുവൻ വെള്ളമാണല്ലോ, സാമ്പാറിലും അത് തന്നെയാ വെള്ള. മാത്രല്ല ഒരു സദ്യക്കും സാമ്പാറ് തീർന്നു പോയ ചരിത്രം ഉണ്ടായിട്ടില്ല. അതാ വേറെ എന്ത് തീർന്നു പോയതിന് സാമ്പാർ തീർന്നു പോയില്ല. പ്രധാനികളാ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കണം എന്നൊക്കെ ഒരിക്കലും പറയണ്ടായിരുന്നു. ഇപ്പൊ പാത്രത്തിൽ കൂട്ടിയിട്ടായാലും വൈഷമ്യം എങ്ങനെയെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കണം എന്നൊക്കെ ഒരു കാലത്ത് പറയലുണ്ടായി. ഇനി അക്കൂട്ടത്തിലാണോ? അല്ല 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 അല്ല, അവിടെ നിന്ന് മേളം തുടങ്ങാറായി. അതറിയിക്കണം. അതിന് വേണ്ടിയിട്ട് ആ പെരുമ്പറ അങ്ങോട്ട് മുഴക്കി. അവിടെ നിന്ന് ഭേരി ശബ്ദം അതങ്ങോട്ട് കേട്ടു തുടങ്ങി. പുറപ്പാടായോ നിങ്ങളാ? 3 പേരായിട്ട് പുറപ്പെട്ടോ. 3 പേരായിട്ട് പുറപ്പെട്ടാൽ തന്നെ നീരാവി. അപ്പൊ 4 ആയിക്കഴിഞ്ഞാൽ വലിയ വിഷമില്ല. അതെന്താ മേളം ഉണ്ടാന്ന് കേട്ടട്ടാ ഈ ചാടി പുറപ്പെടാണ്ടായിരിക്കണേ. ഉത്സവമാവുമ്പോൾ മേളം വേണം. മേളം ഇല്ലാത്ത എന്താ വിഷമം? കഴിഞ്ഞിട്ട് വരുമ്പോ അന്വേഷിക്കും, എവിടുന്നാപ്പോ? ഞങ്ങളാ പഞ്ചാകര. അവിടെ എവിടുന്നാ വരവ്? ഇവിടെ ഉള്ളതാണെന്ന് എനിക്ക് തോന്നില്ല. എവിടുന്നാപ്പോ വന്നിരിക്കണത്? ഞങ്ങള് പാഞ്ചാല രാജധാനി എന്നാണ്. എന്താ അവിടെ വിശേഷിച്ച് പാഞ്ചാലിയുടെ സ്വയംവരാണ്. അത് ഉത്സവമായിട്ട് ആഘോഷിക്കുക. ഓഹോ, എങ്ങനെ ഉണ്ടായി ഉത്സവം? മോശായി. അതെന്തും ആദ്യം അങ്ങനെയല്ലേ പറയാ. അതെങ്ങനെ ഉണ്ടായി? മോശായി. ഒരു ബുദ്ധിമുട്ടില്ല പറയാം. പക്ഷേ നന്നായി എന്ന് പറയിപ്പിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. മാത്രമല്ല മനുഷ്യരുള്ളോടത്തോളം കാലം പ്രസിദ്ധിയുള്ളത് ദുഷ്പേരിനാണ്. സൽപ്പേരിന് പ്രസിദ്ധി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ദുഷ്പേര് കൊണ്ട് പെട്ടെന്ന് പ്രസിദ്ധി കിട്ടും. ഇവിടെ മോശമായതിനാണ് പ്രസിദ്ധി കൂടുക. എന്താ മോശമാവാൻ? അപ്പൊ ഉത്സവം മോശമായി എന്ന് പറയും. അതിനിട കൊടുക്കരുതെന്ന് കരുതിയിട്ട് രാജധാനിയിലെ ഗംഭീരായിട്ടുള്ള മേള. ആ മേളം ആസ്വദിക്കാനായിട്ട് അധികമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലേ. ആദ്യത്തെ ഇവിടുത്തെ അവസ്ഥയൊക്കെ കണ്ടപ്പോ ഇത്ര ഒന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ടായി. അത് കഴിയുമ്പോ ഇത്ര ഉണ്ടായ സുഹൃതം എന്ന് പറയാം. മേള ഉണ്ടാന്ന് കേട്ടോട്ടാ അതിന്റെ പുറത്താ പോയി കൂടിയിരിക്കണം ഓരോന്ന്. എടോ അവിടെ ഇരിക്കേണ്ടത് മുൻപിൽ വന്നിരുന്ന് ചമ്പ്രം പഠിച്ചിരുന്ന് കേൾക്കണം എന്നാ പറയാ. സ്വദേശത്തിന്റെ സമ്പ്രദായം അനുസരിച്ച് മുൻപിൽ വന്നിരുന്ന് ചമ്പ്രം പഠിച്ചിരുന്ന് കേൾക്കണം. ഒരു ഇല വെച്ചാൽ ചെലുത്താൻ പാകത്തിന് എങ്ങനെ ഇരിക്കുക, അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞൂലേ. അതാ ഇനി ഒരു ഇല വെക്കേണ്ട താമസമുള്ളൂ അവിടെ. കണ്ടു പഠിക്കുക എങ്ങനെ ഇരിക്കേണ്ടതേ. അങ്ങനെ വേണം മേള ആസ്വദിക്കാനായിട്ട്. ശബ്ദം വ്യക്തമായിട്ട് കേൾക്കാന്ന് പറഞ്ഞ എവിടെയെങ്കിലും പോയി കൂടിയിട്ട് കാര്യമില്ല. മുൻപിൽ എന്നെ വന്നിരിക്കണം. അവിടെ അങ്ങനെ ഇരുന്നാൽ ആ പൃഷ്ഠം കേൾക്കാനായിട്ട് കാണാന്നല്ലാതെ വേറെ ഒന്നും കാണാൻ സാധ്യമില്ല. മുൻപിൽ എന്നെ വേണമെന്നാ പറയുക. മേള അസംഖ്യം പേര് ചാടി പുറപ്പെട്ടു. ചെണ്ടക്കാര്, കൊമ്പുകാര്, കൊള്ളുകാര്. ഈ മേളം ഉണ്ടായാൽ തന്നെ പുരുഷാരം കൂടും. അതെന്താ? മേളം ആസ്വദിക്കാനായിട്ട് അതിന്റെ വലിയ ഗൃഹീതൊന്നും വേണ്ട. ഒരല്പം താളബോധമുള്ള ആർക്കും മേളം ആസ്വദിക്കാം. സ്വതവേ മേളം കേൾക്കാൻ വരുന്ന ആർക്കും ബോധം ഉണ്ടാവാറില്ല. എന്നാലും വിഷമില്ല. അവിടെ നിന്ന് മേളം ആസ്വദിക്കാൻ ഇരിച്ചിട്ട് അസംഖ്യം പേര് ചാടി പുറപ്പെട്ടു. ചെണ്ടക്കാര് വന്നു നിന്നാൽ അതിന് മുൻപിലല്ലാതെ കുഴലുകാരന് സ്ഥാനം പിടിക്കില്ല. എന്താ ഭരണപക്ഷവും പ്രതിപക്ഷവും പോലെയാ ചെണ്ടക്കാരും കൊള്ളുകാരി. ഭരണപക്ഷം പ്രതിപക്ഷം എന്താ അങ്ങനെ പറയാൻ? എന്താ ഭരണപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിന്റെ പ്രത്യേകത? ഭരണപക്ഷം എന്ത് പറഞ്ഞാലും പ്രതിപക്ഷം നേരെ വിപരീത. ഇതുപോലെയാണ് ചെണ്ടക്കാരും കൊള്ളുകാരും എന്ന് പറഞ്ഞാൽ. മേളം ശ്രദ്ധിച്ചാലേ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധ്യമാവുള്ളൂ. ചെണ്ടക്കാര് വന്നു നിന്നാൽ എവിടൊക്കെ പോയി നിൽക്കാം അവർക്ക്. അവര് മുമ്പിൽ തന്നെ വന്ന് നിൽക്കും. മുമ്പിൽ തന്നെ വന്ന് നിന്നിട്ട് ഈ ചെണ്ടക്കാരെ കലശിന് കൂട്ടിക്കില്ല. ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ അതിന്റെ ഒരു ശബ്ദേ? ആ കുഴലിന്റെ ഒരു ശബ്ദം കുറുമ്പുഴലെന്നൊക്കെ പറഞ്ഞ എത്ര ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ ശബ്ദം അത്ര കണ്ടുണ്ട്. അത് മാത്രല്ല ചെണ്ടക്കാരുടെ മുഖത്തേക്കാ പ്രയോഗിക്കണതേ. പേ പേ എന്ന് പറഞ്ഞ സുഖം ഉണ്ടാവൂ. മുഖത്തേക്ക് നോക്കിയിട്ട് പേ പേ അത് സുഖം ഉണ്ടാവില്ല. ഇവിടെ ചെണ്ടക്കാരുടെ മുമ്പിൽ വന്ന് നിന്നാ പ്രയോഗിക്കണതേ. അവര് പ്രയോഗിക്കണത് കണ്ട എങ്ങനെയാണോ എന്ന് തോന്നാം. മേള ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ചെണ്ടക്കാര് പ്രയോഗിക്കണത് കണ്ടാൽ സുഹൃദക്ഷയം സുഹൃദക്ഷയം സുഹൃദക്ഷയം
സുഹൃതക്ഷയം, സുഹൃതമൊക്കെ ക്ഷയിക്കാന്നാ ചെണ്ടക്കാര് പറയണത്. കുഴലുകാരോ നേരെ വിപരീത. ഈ പറയുന്നൊക്കെ പഴയ, നിങ്ങൾ പറയുന്നൊക്കെ പഴയ, ഇങ്ങനെയാണ് അവരുടെ പ്രയോഗം. അങ്ങനെ കുറെ നേരം ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് പേ പേ പ്രയോഗിക്കുമ്പോ ചെണ്ടക്കാര് അതിനേക്കാൾ സമർത്ഥരാണ്. അവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടോ, അവര് പതുക്കെ അവരുടെ തല ഇങ്ങനെ കുനിച്ചോണ്ട് വരും. എന്തിനാ ഈ തല ഇങ്ങനെ കുനിക്കണതാ? ഈ കുഴലിന്റെ ഓട്ടയുണ്ടേ അത് അടയ്ക്കാൻ വേണ്ടിയിട്ടാ. ശിരസ് വെച്ചിട്ട് ആ കുഴലിന്റെ ഓട്ട അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുമ്പോ കുഴലുകാരെ അതിലും സമർത്ഥരാ. അവരെന്താ ചെയ്യാ, ഇങ്ങനെ കുഞ്ഞു 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 വന്ന അവിടേക്ക് അങ്ങനെ എത്താറാകുമ്പോ ഒന്നങ്ങനെ വട്ടം കളിക്കും. മേളം കണ്ടാലും ഇതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. അവിടെ നിന്ന് വാദ്യക്കാര് പുറപ്പെട്ടു. ഇതിന്റെ ഇടയ്ക്ക് മദ്ദളക്കാരുടെ പ്രയോഗം ഉണ്ടാവും. പ്രഥോം പപ്പടം, പ്രഥോം പപ്പടം, പ്രഥോം പപ്പടം. ഈ ഇതിനെ വായോർക്കണത് അല്ല, പ്രഥമനും പപ്പടം. പ്രഥമനും പപ്പടം എന്ന് വെച്ചാൽ മദ്ദളക്കാരുടെ പ്രയോഗം കേട്ടാൽ അങ്ങനെയാണോ എന്ന് തോന്നും. പ്രഥമം പപ്പടം, പ്രഥമം പപ്പടം. പ്രഥമം വിളമ്പിയാൽ ഒരു പപ്പടം കൂടെ വിളമ്പണം എന്നാണോ പറയണേന്ന് തോന്നും. ഇങ്ങനെ മദ്ദളക്കാര് പ്രയോഗിക്കാൻ തുടങ്ങി. ഈ വാദ്യക്കാരെ കണ്ടാ മനസ്സിലാക്കാം അവർ ഏത് വാദ്യം പ്രയോഗിക്കണമെന്ന്. എങ്ങനെയാ അവരുടെ സമ്പ്രദായം കണ്ടാ മനസ്സിലാക്കാം. കൊമ്പുകാരെ കണ്ടാ മനസ്സിലാക്കാം കൊമ്പുകാരനാണ്. അതെന്താ, കൊമ്പുകാരൻ എപ്പോഴും ജലദോഷ. അതെന്താ ഈ കൊമ്പുകാരന് ജലദോഷം? എന്താ ജലദോഷം വെച്ചാൽ കൊമ്പിന്റെ ആകൃതി ഇങ്ങനെ വളഞ്ഞിട്ടാ. ഇവിടെ നിന്ന് ഊതി വിടുന്നത് മുഴുവൻ സ്ഥാനം തെറ്റാത്ത മൂർധാവില് കഷണ്ടീര ചെന്ന് പതിയണതേ. പാറപ്പുറത്തൊക്കെ ഒരക്കനേന്ത്യ കൊമ്പിന്റെ ശബ്ദം. കൊമ്പിന്റെ ശബ്ദം അത്ര കർണകഠോരാവാനുള്ള കാരണം തന്നെ എന്താ, ഇവിടെ നിന്ന് ഊതി വിടുക. അത് മുഴുവൻ ശിരസിലാ ചെന്ന് വീണതേ. അങ്ങനെ എന്നും കൊമ്പുകാർക്ക് ജലദോഷ. മദ്ദളക്കാരനെ കണ്ട മനസ്സിലാക്കാമോ മദ്ദളക്കാരനാണ്. അതെന്താ, മദ്ദള എടുക്കണച്ചാ അത്ര എളുപ്പമല്ല. നല്ല സ്ഥൂലിച്ച ശരീരം വേണേ. എന്താ വൈഷമ്യം? മദ്ദളം അവനാണോ ചുമക്കണത് അല്ലെങ്കിൽ മദ്ദളം അവനെയാണോ ചുമക്കണത് സംശയം തോന്നും. അങ്ങനെ പാടില്ല. മദ്ദളം അരയിൽ കിടക്കണം കണ്ടാൽ ഒരു ഏലസൊക്കെ കിടക്കണ പോലെ തോന്നാൻ പാടുള്ളൂ. ഇതെന്ത് വാദ്യക്കാരനാ? മുഖാവരണമൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ പോലെയൊന്നല്ല, പരിഷ്കരിച്ചിരിക്കണു. ഇപ്പൊ വാദ്യക്കാരുടെ വേഷവും പരിഷ്കരിച്ചിട്ടുണ്ടാ. ഇപ്പൊ ചെണ്ടക്കാര് എന്ന് പറഞ്ഞാൽ ചെണ്ടം മേളം മാത്രമല്ല, പിന്നെയോ മേളത്തിന്റെ കൂടെ നൃത്തം ഉണ്ടെന്നാ കേൾക്കണ്ടായിരിക്കണത്. മേളം മാത്രമല്ല, മേളത്തിന്റെ കൂടെ നൃത്തം ഉണ്ട് അത്ര. അങ്ങനെ ഉണ്ടപ്പോ നൃത്തമൊന്നും വേണ്ട, മേളം മാത്രം മതി. അവിടെ വാദ്യക്കാരുടെ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കണ്ട. ഈ ശബ്ദമൊക്കെ കേൾക്കണ്ടോന്ന് ഇഷ്ടമില്ല. ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പ്രയോഗിക്കേണ്ടതൊക്കെ ഒരുവിധം കേൾക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ചെണ്ടക്കാര് കൊമ്പുകാര് കൊള്ളുകാരെന്ന് പറഞ്ഞ പുറപ്പെട്ട മത്സരിച്ച പ്രയോഗം അങ്ങനെ തുടങ്ങി. മേളം മാത്രമായാലും മോശമായി എന്ന് പറയും. അതിന് ഇട കൊടുക്കാൻ പാടില്ല. മറ്റൊരു ഭാഗത്താകട്ടെ ഗീതം, യോഷിത്തുകളുടെ ഗീതം, സ്ത്രീകളുടെ കച്ചേരി ഉണ്ടാവും. അതെന്താ സ്ത്രീകളുടെ കച്ചേരിക്കുള്ള പ്രത്യേകത എന്ന് മനസ്സിലാക്കിയിട്ടോ? എന്താ, പുരുഷന്മാരുടെ കച്ചേരി ആണെങ്കിൽ കേൾക്കാന്ന് മാത്രമേ ഗുണമുള്ളൂ. സ്ത്രീകളുടെ കച്ചേരി ആവുമ്പോ ശബ്ദം മോശായിച്ചാലും വിഷമില്ല, കണ്ടിരിക്കാലോ തിരിച്ചട്ടാ. അസംഖ്യം പേര് ചാടി പുറപ്പെട്ടു. എന്താ, കന്യകാ ദർശനം നിഷിദ്ധല്ലാന്നുണ്ട്. അത്ര പാകത്തിന് എഴുന്നള്ളൊന്നും ഞാൻ കരുതണ്ടായില്ല. അവിടെ അത്ര നേരം ഇവിടെ ഒന്നും കാണണ്ടായില്ല. കച്ചേരി ഉണ്ടാവുന്ന കേട്ടത് ചാടി പുറപ്പെടുക ഓരോരുത്തരെ. അതെന്താ, കന്യകാ ദർശനം നിഷിദ്ധല്ല. ഇത്ര നിമിഷം നോക്കാൻ പാടുള്ളൂ, ഇല്ലാച്ച ശിക്ഷ കിട്ടുന്നൊക്കെ പലരും പറയലുണ്ടായി. അവരെ കുറിച്ചൊന്നും ഇപ്പൊ കേൾക്കുന്നില്ല കേട്ടോ. അവിടെ ദർശനം വലിയ വിഷയമില്ല, നോക്കി ബുദ്ധിമുട്ടിപ്പിക്കാതിരുന്നാ മതി. അതിനിടയ്ക്ക് ശരീരവർദ്ധനയ്ക്ക് പുറപ്പെടരുത്. അങ്ങനെ പുറപ്പെട്ട അപകടത്തിലായ ചില യോഗ്യന്മാരുണ്ട്. അതുകൊണ്ട് ആ കച്ചേരി ഉണ്ടാകുന്നിരിച്ചിട്ട് അസംഖ്യം പേര് ചാടി പുറപ്പെട്ടു. തിരക്കങ്ങോട്ട് വർദ്ധിച്ചു. തിരക്ക് വർദ്ധിച്ചതും സംവിധന്മാര് കഞ്ചുകീയന്മാര് അവരുടെ പ്രോത്സാഹനങ്ങളുടെ നിസ്വരങ്ങൾ കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ ഈ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് സ്വതേ ചിലര് പുറപ്പെടും. കാണണ്ടായിട്ടില്ലേ? എന്താ അവരെ പറയാ? ശിവായിമാര്, കാലറധാരികളാ. അവര് പുറപ്പെട്ടാൽ വെറുതെ ഇരിക്കില്ല, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങോട്ട് മാറാ ഇങ്ങോട്ട് മാറാ, തിരക്കില്ലെങ്കിൽ തിരക്കുണ്ടാക്കണേ. അങ്ങോട്ട് മാറാ ഇങ്ങോട്ട് മാറാ, അവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുക. അതെ, അവിടെ നിൽക്കാൻ പറ്റില്ല, മാറിപ്പോകണം. ഇങ്ങോട്ട് മാറാ അങ്ങോട്ട് മാറാ, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സ്വതവേ ഇവര് കാണുക തിരക്കുള്ള സ്ഥലങ്ങളിൽ, മഹാക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ തൊഴാനായിട്ട് അതെ അവിടെ നിൽക്കാൻ പറ്റില്ല, ഒന്ന് അവിടെ നിൽക്കാം. അവിടെ നിൽക്കാൻ പറ്റില്ല, അവിടെ നിൽക്കാം. അവിടെ നിൽക്കാൻ പറ്റില്ല, അതിന്റെ പുറത്ത് കയറിക്കാം. എവിടെ നിൽക്കാൻ പറ്റില്ല. അവരിങ്ങനെയാണ് വൃത്തം ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവരെ അനുസരിച്ചില്ല ശിക്ഷ കിട്ടും. ശിക്ഷ ശിക്ഷ എന്ന് പറഞ്ഞ അത്ര പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചു കാലം അകത്ത് കിടക്കുക, അത്രയും ശരിയുള്ളൂ. അപ്പൊ പുറത്തേക്കാ സുഖം. ആ
അകത്താന്നാ കേൾക്കണതേ. എത്ര എത്ര കേമന്മാരാ അകത്ത് കിടക്കണത്. ഇന്ന ആൾക്കാരൊന്നുമില്ല. മാത്രല്ല അകത്ത് പോയി പുറത്തേക്ക് വന്നാൽ മുമ്പത്തേക്കാൾ കേമനാവാന്ന് പറയുമ്പോ ഇവിടെ എവിടുന്നാ കാണണ്ടായില്ല. അല്ല ഇവിടെ ഉണ്ടാവണ്ടായില്ല. എവിടെയായിരുന്നു? അമ്മാത്തുന്നോ തറവാട്ടെന്നോ ഇവിടെ എവിടെയും പറയാം. അപ്പൊ എവിടെയായിരുന്നു? കാരാഗ്രഹത്തിലായിരുന്നു. കാരാഗ്രഹത്തിലോ? ഇതിന് മുൻപുണ്ടായില്ലേ? ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ടായിണ്ട. എത്ര തവണയായി കാണും? ഏകദേശം ഒരു 10 തവണ. 10 തവണയോ? എനിക്ക് സംശയിക്കണ്ട, അടുത്ത മന്ത്രി താൻ തന്നെ. 10 അടുത്ത മന്ത്രി താൻ തന്നെ. കാരാഗ്രഹവാസം ഉണ്ടായിരുന്നിരിച്ചിട്ട് വലിയ വൈഷമ്യാന്ന് ഞാൻ പറയണ്ടായി. ഇങ്ങനെ തുടങ്ങിയില്ലേ ആ നിയമപാലകര് അവരുടെ അജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്നവരുടെ ശബ്ദങ്ങള് അങ്ങനെ കേൾക്കണ്ട. ഇങ്ങനെ ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഉണ്ടാവണം, ഇത്ര എണ്ണം ഉണ്ടാവും എനിക്ക് പ്രതീക്ഷയില്ല. ഈ ഒരാളിൽ മാത്രമാണ് ഇപ്പൊ പ്രതീക്ഷ എന്നത്. ഇതിന്റെ അടുത്ത് തന്നെ പോയി കൂടിക്കണോണ്ടേ വലിയ വിഷയം ഉണ്ടാക്കിയതൊക്കെ കേൾക്കാൻ സാധ്യമാവും. അവിടെ അനവധി പേര് പുറപ്പെട്ടു എന്ന് മാത്രമല്ല, മറ്റൊരു ഭാഗത്താകട്ടെ വിപ്രന്മാരുടെ അശനത്ത് നേരത്തുള്ള കോലാഹലം. വിപ്രന്മാര് എന്ന് പറഞ്ഞാൽ അസ്മാദികള ബ്രാഹ്മണര്. ബ്രാഹ്മണരുടെ ഭക്ഷണ നേരത്തുള്ള കോലാഹലം. ബ്രാഹ്മണരും കാക്കകളും ഏകദേശം ഒരുപോലെയാന്ന് പറയാ. എന്താ അങ്ങനെ പറയാൻ? സദ്യ എവിടെയുണ്ടോ അവിടെയൊക്കെ ഉണ്ടാവും കാക്കകള്. ഇതുപോലെയാണ് ബ്രാഹ്മണരും. സദ്യ എവിടെയുണ്ടോ അവിടെയൊക്കെ ഉണ്ടാവും. വ്യത്യാസോ അന്നദാനം ഉണ്ടാ. അന്നദാനം ഉണ്ടാച്ചതൊന്നും ആയിരിക്കില്ല കേട്ടോ. ഇരിക്കാൻ കൂടി സ്ഥലം ഉണ്ടാവില്ല. അത് അന്നദാനത്തിന്റെ മാത്രം ഒരു ശക്തിയാണ്. വേറെ എന്ത് കൊടുക്കുകയാണെങ്കിലും മതിയായി എന്ന് പറയില്ല. അല്പം സമ്പത്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അല്പം കൂടി ആവാം. ഗോക്കള അല്പം കൂടി ആവാം. ഭക്ഷണം ഒരു പരിധി വിട്ടാൽ പിന്നെ കഴിക്കാൻ സാധ്യമില്ല. അതാണ് ഒരു മനുഷ്യനെ ഭക്ഷണത്തെ കൊണ്ട് മാത്രമേ തൃപ്തിപ്പെടുത്താൻ സാധ്യമാവുള്ളൂ. ബ്രാഹ്മണര് അസംഖ്യം പേര് ചാടി പുറപ്പെട്ടു. തൊടയോട് തൊട തീക്കി തിരക്കി അതിന്റെ ഇടയ്ക്ക് കയറി ഇരുന്ന് വെറുതെ ഇരിക്കില്ല, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇവർക്കൊക്കെ ഓരോന്നും കൊടുക്കുക. അല്ല ഇല കൊടുക്ക. ഈ പന്തിയിൽ അനവധി എണ്ണം ഉണ്ടായിട്ടേ ഓരോന്നും കൊടുക്ക. ഇല കൊടുക്ക. ഇലയുടെ തുമ്പ ഇടത്തോട്ടൊക്കെയാ വേണ്ടത്. നിന്നോട് ഇടത്തോട്ടേക്ക് തിരിഞ്ഞിരിക്കാനില്ല പറഞ്ഞത്. ഇലയുടെ തുമ്പില്ലേ അത് ഇടത്തോട്ടൊക്കെയാ വേണ്ടത്. അതെന്താ വലത്തോട്ടൊക്കെ ആയിക്കൂടെ? പറ്റില്ല, ഇടത്തോട്ടൊക്കെ തന്നെ വേണം. എന്താണെന്ന് വെച്ചെങ്കിൽ ഇടത്തോട്ടൊക്കെ തന്നെ വേണം. എന്താണെന്നല്ലേ എന്തെങ്കിലും പറയൂ. എന്തെങ്കിലും പറയാന്ന് പറഞ്ഞാൽ ഇപ്പൊ പന്തി വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇടത്തോട്ടൊക്കെയാ. ഇടത് കഴിഞ്ഞാൽ വലത് കഴിഞ്ഞാൽ ഇടതും വലതല്ലാതെ വേറൊന്നുണ്ടാവുമോ? കാലക്രമേണ കണ്ടറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് താനിപ്പോ ഇടത്തോട്ടേക്ക് വെച്ചോളൂ. സന്തോഷമായി. ഓരോരോ വിഭവങ്ങളായിട്ട് വിളമ്പാൻ തുടങ്ങി. ഇതെന്താ ചുമന്നിരിക്കണത്? നാരങ്ങ. ഇതെന്താ വെളുത്തിരിക്കണത്? ഇഞ്ചി തൈര്, പുളിയിഞ്ചി, ശർക്കര വരട്ടി. ശർക്കര വരട്ടിയൊക്കെ 2 എണ്ണം കിട്ടിയാൽ സുഹൃതം എന്നല്ലാതെ എന്താ പറയുക? 2 എണ്ണം ഒന്നും കിട്ടല് പതിവില്ല. ശർക്കര വരട്ടി, കായ വറുത്തത്, ചേന വറുത്തത്, എരിശ്ശേരി, കാളൻ, ഓലൻ, പച്ചടി, കിച്ചടി, അച്ചടിയോ അല്ല, ഞാനൊരു എണ്ണത്തിന് അങ്ങോട്ട് പറഞ്ഞു ഉള്ളൂ. ഓരോരോ എന്താ വട്ടത്തില് പപ്പടം. പപ്പടായിട്ടാ. ഇതെന്താ? ഇത് ചോറിന്റെ വരവുണ്ട്. വിളമ്പലുകാരൊക്കെ എത്തണുള്ളൂല്ലേ? എന്താ അത്ര നേരത്തെ ആയതാ? ഞാൻ ഇരിച്ചത് കഴിയാറാവുമ്പോ ഇങ്ങോട്ട് വരുള്ളൂ. അല്പം നേരത്തെ ആയിട്ടോ. അന്നരാജാവിന്റെ വരവുണ്ട്, ചോറിന്റെ വരവുണ്ട്. എന്താ ഇങ്ങോട്ട് നീങ്ങി നിരങ്ങി ഇങ്ങോട്ട് എത്തിയിട്ടല്ലോ. വേണ്ട അതേ അങ്ങോട്ട് മുന്നോട്ടേക്ക് ഉണ്ട്. അവിടെ തന്നെ മതി. അന്നരാജാവിന്റെ വരവുണ്ടാകുന്ന അപ്പൊ കേൾക്കണ്ട. ചോറിന്റെ വരവുണ്ട്. ഞാൻ പറയണത് കേൾക്കണ്ടോ? അതിന്റെ അടിയിൽ തന്നെ പോയി കൂടിയിട്ട് നമുക്കൊണ്ട് കേൾക്കണ്ടാവും. നല്ല ചൂടുള്ള ചോറാണ്. താടി കുട്ടി പിടിച്ചോളാം. താടി പൊള്ളിയെന്നൊന്നും പറയുന്നത് അതൊരു മാറ്റമില്ലാലോ.
എന്റെ മുഖത്തല്ല വിളമ്പണത്, അങ്ങയുടെ ഇലയിലാണ്. അവിടെ നോക്കോ, താടി കൊണ്ട് ചിക്കാറാവണത് വരെ ചോറ് വേണം. ഈശ്വരാത്രയൊക്കെ ചോറോ? അതെന്തിനാ? അതാ സദ്യയുടെ അവസാനം പാൽപ്പായസം, പഞ്ചാരപ്പായസം, അടപ്രഥമൻ, ചക്കപ്രഥമൻ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ പാത്രം അന്വേഷിക്കാൻ പുറപ്പെടണ്ട, അതിന്റെ നടുക്കൊരു കുളം കുഴിക്കുക എന്നിട്ടോ പായസം കലക്കടക്കങ്ങോട്ട് ചെരിയ കുമ്പിള് കുത്തി കുടിക്കാൻ എന്താ രസം. പാത്രം അന്വേഷിച്ച് പുറപ്പെടാൻ വേണ്ട. ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ടെങ്കിലും അകത്തേക്ക് ചെലുത്തുന്നതിന് യാതൊരു കുറവുമില്ല. ഈ ഒരു സമയത്തെ ആശ്വാസമുള്ളൂ കേട്ടോ. ഇപ്പോ പരമാവധി വിളമ്പി തീർക്കുക, അത്ര എന്നെ കൊണ്ടിപ്പോ സാധ്യമുള്ളൂ. ഒരു കുളം കുഴിക്കോ നടക്ക, ഒരു കുളം കുഴിക്കാൻ. എന്താ വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ. ഇനി എന്താ വരാൻ പോണോന്ന് നിശ്ചയുണ്ടോ? എന്താ സാമ്പാറ്. എന്താ സാമ്പാറിന്റെ പ്രത്യേകത? കഷ്ണം കുറവാണെങ്കിലും വെള്ളത്തിന് ഒരു കുറവുണ്ടാവില്ല. സാമ്പാറ് എന്നാ പറയാ. സാമ്പാറ് ആറ് എന്ന് പറഞ്ഞ ആറിൽ മുഴുവൻ വെള്ളമാണല്ലോ, സാമ്പാറിലും അത് തന്നെയാ വെള്ള. മാത്രല്ല ഒരു സദ്യക്കും സാമ്പാറ് തീർന്നു പോയ ചരിത്രം ഉണ്ടായിട്ടില്ല. അതാ വേറെ എന്ത് തീർന്നു പോയതിന് സാമ്പാർ തീർന്നു പോയില്ല. അതെന്താന്ന് ചോദിച്ചാൽ സദ്യയുടെ സമയത്ത് പാചകശാലയിൽ ചെന്ന് നോക്കിയാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധ്യമുള്ളൂ. സദ്യയുടെ സമയത്ത് സാമ്പാർ തീർന്നു പിന്നെയോ രസമുണ്ടോ? രസം എടുത്തോണ്ടിരിക്കുക. സാമ്പാറിന്റെ അവശിഷ്ടം ഉണ്ടോ? എടുത്തോണ്ടിരിക്കുക. ആ സാമ്പാറിന്റെ അവശിഷ്ടത്തിലേക്ക് രസം കലക്കടക്ക ചെയ്യുക, എന്നിട്ട് സാമ്പാർ രസമായിട്ട് വിളമ്പുക. സാമ്പാർ രസമായിട്ട് വിളമ്പി, സാമ്പാർ രസിച്ച് സാമ്പാർ വിളമ്പ്. ഇത് പലപ്പോഴും പതിവുള്ള കാര്യമാണോ? അത് പാചകശാലയിൽ ചെന്ന് നോക്കിയാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധ്യമുള്ളൂ. അല്ലെങ്കിൽ തന്നെ പാചകശാലയിൽ ചെന്ന് നോക്കിയാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. അതാ ആ പായസത്തിന് കൂട്ടങ്ങോട് കൂട്ടുമ്പോൾ ആവിയും പുകയെ മുഖത്തേക്ക് അങ്ങോട്ട് വന്നാൽ ഒരു പ്രയോഗമാണ്.